ചേര കർഷകൻ്റെ മിത്രമാണ് എന്ന് നാം ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. എന്നാൽ എലികളെ തിന്നുന്നത് കൊണ്ട് മാത്രമാണോ ഇവയെ നാം മിത്രമായി കാണുന്നത്? എലികൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയ തോതിൽ പെരുകുവാൻ ശേഷിയുള്ളവയാണ്. ഇവ നെൽപ്പാടങ്ങളിലും കൃഷിയിടങ്ങളിലും വിളകൾ തിന്നു തീർക്കുന്നത് മാത്രമല്ല, മാളങ്ങൾ തോണ്ടി വേരുകൾ നശിപ്പിക്കുകയും ചെയ്യും. കൃഷിയിടങ്ങളിലെ എലിപ്പെരുപ്പത്തെ കൃത്യമായ അളവിൽ നിലനിർത്തുന്നതിന് ചേരയുടെ പങ്ക് സമാനതകളില്ലാത്തതാണ്. മറ്റു ജീവികളും എലികളുടെ മാളങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയില്ല. എന്നാൽ ചേരയുടെ നീളമേറിയതും വഴുക്കമുള്ളതുമായ ശരീരം ഏറ്റവും ഇടുങ്ങിയ മാളങ്ങളിലേക്കും വിടവുകളിലേക്കും എളുപ്പത്തിൽ ഇഴഞ്ഞു ചെല്ലുന്നവയാണ്. എലികൾ ഒളിച്ചിരുന്ന സുരക്ഷിത കേന്ദ്രങ്ങളിൽ ചെന്ന് അവയെ വേട്ടയാടാൻ കഴിയുന്ന ചുരുക്കം ചില ജീവികളിലൊന്നാണ് ചേര. വിശാലമായ കാഴ്ചശക്തിയും ചുറ്റുപാടുകളിലെ സൂക്ഷ്മ ചലനങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുമാണ് ചേരയെ ഒരു മികച്ച വേട്ടക്കാരനാക്കുന്നത്. ഇങ്ങനെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ എലികളെ നശിപ്പിക്കുന്നതിനാൽ എലികളെ തുരത്താൻ കർഷകർക്ക് വിഷവസ്തുക്കൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കുറച്ചു കൊടുക്കുന്നു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. മണ്ണിനും പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ സുരക്ഷിതത്വവും ഉണ്ടാവും. ഒരു വശത്ത് കീടങ്ങളെയും എലികളെയും നിയന്ത്രിക്കുന്ന ഇത് മറുവശത്ത് പ്രകൃതിയിലെ വലിയ മാംസബുക്കുകളായ പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും ഭക്ഷണമാകുന്നുമുണ്ട്. മനുഷ്യരെ കണ്ടാൽ കടിച്ചാക്രമിക്കുന്നതിനു പകരം മിന്നൽ വേഗത്തിൽ ഒളിച്ചോടാനാണ് ഇവ ശ്രമിക്കാറ്. ചേര കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്നൊരു ചൊല്ല് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ട്യാസ് മ്യൂക്കോസ എന്നറിയപ്പെടുന്ന ചേര പൂർണ്ണമായും വിഷമില്ലാത്ത ഒരു പാമ്പാണ്. ഇവയ്ക്ക് വിഷഗ്രന്ഥികളോ വിഷപ്പല്ലുകൾ വഴി കുത്തിവെക്കാനുള്ള സംവിധാനമോ ഇല്ലാത്തതിനാൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു അപകട സാധ്യതയുമില്ല. ഇവയുടെ ഒരു കടി സാധാരണ പൂച്ചകളോ നായ്ക്കളോ മാന്തുന്ന പോലെയുള്ള ചെറിയ മുറിവ് മാത്രമേ അഥവാ കടിച്ചെങ്കിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഒരു കാലത്ത് ആളുകൾ പാമ്പിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നതിനാൽ തന്നെ ചേരയാണെന്ന് തിരിച്ചറിയാതെ പാമ്പ് കടിച്ചെന്ന് മനസ്സിലാക്കി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി അകാരണമായ ഭയവും നെഞ്ചിടിപ്പും തലകറക്കം പോലുള്ള ലക്ഷണങ്ങളുമൊക്കെ ഉണ്ടായി അന്നത്തെ ദിവസത്തെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെയാണ് പണ്ടുള്ളവർ അത്താഴം മുടങ്ങുമെന്ന പ്രയോഗത്തിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. വിഷമില്ലെങ്കിലും ഏതൊരു ജീവിയുടെ കടിയേറ്റാലും മുറിവിലൂടെ ബാക്ടീരിയകൾ കയറി ചെറിയ തോതിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചേര കടിച്ചാൽ ഈ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുകയോ അത്യാവശ്യമെങ്കിൽ മാത്രം ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം പുരട്ടുകയോ വേണമെങ്കിൽ ചെയ്യാം. കർഷകൻ്റെ അധ്വാനത്തെ സംരക്ഷിക്കുന്ന ഈ നിശബ്ദ കാവൽക്കാരനെ ഇനിയെങ്കിലും നേരിൽ കാണുകയാണെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.